ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെ പോലെ തന്നെ ഇറ്റാലിയൻ സ്വീറ്റിലെ ഇന്നത്തെ ഡിഷ് ഒരു വെറൈറ്റി ആണ് കേട്ടോ. വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരും. ഇന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചുള്ള ഒരു സംഭവമാണ്. അതിന് 4 വഴുതനങ്ങ, ചെറിയ വഴുതനങ്ങ എടുത്ത് അതിന് ഉള്ളിലുള്ള കാമ്പൊക്കെ ഇങ്ങനെ തുരന്ന് മാറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം വഴുതനങ്ങയുടെ ഉള്ളിൽ കുറച്ച് ഉപ്പ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് വഴുതനങ്ങയുടെ ആ ഉൾഭാഗമൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ഒന്നുകൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്കിത് ഒരു ഫ്രൈ പാനിൽ പൊടി പൊടിയായി അരിഞ്ഞ ബീഫ് നന്നായിട്ട് ഇതുപോലെ ഒലിവ് ഓയിൽ ഒഴിച്ച് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഒലിവും കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ ബസിലിക്ക ഇലയും ഇതിൽ അരിഞ്ഞിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇനി തയ്യാറാക്കിയ കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫോർമാജിയും കുറച്ച് റസ്ക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആ വഴുതനങ്ങയുടെ ഉള്ളിലേക്ക് നമുക്കത് ഫില്ല് ചെയ്യണം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മളെപ്പോഴും തയ്യാറാക്കുന്ന പോലെ സാൽസ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം
അതിലേക്ക് നമ്മളുടെ സാൽസ, അതായത് തക്കാളി അരച്ചതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി വെള്ളം വറ്റിച്ച് എടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് സാൽസ റെഡിയാക്കി എടുക്കാം. ഈ തയ്യാറാക്കിയ സാൽസയിലേക്ക് നമുക്ക് നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇട്ടുകൊടുത്ത് നന്നായി വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുത്തതിന് ശേഷം ചൂടോടുകൂടി ഇപ്പം ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് പാസ്ത തയ്യാറാക്കി പാസ്ത ഇതിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ മെലൻസാന റെസിപ്പിയൊക്കെ റെഡിയായി. ഇനി നമ്മളിത് പാസ്ത ഉണ്ടാക്കി പാസ്തയുടെ കൂടെയാണ് ഇത് ചേർത്ത് കഴിക്കുന്നത്. പിന്നെ ഇറ്റലിക്കാരുടെ ഈ ഭക്ഷണ രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.